മലയാളികളെ എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ദുബായിലെ റിയൽ എസ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ഷഹാനയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എന്തുകൊണ്ട് ഒരാൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ഞാനതൊരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് കാലം മുന്നേ നാട്ടിൽ 2.5 കോടി രൂപ കൊടുത്ത് അവിടെ ഒരു പ്രോപ്പർട്ടി മേടിച്ചു. ആൾക്ക് മന്ത്ലി കിട്ടുന്ന റെൻ്റൽ എന്ന് പറയുന്നത് 40,000 രൂപ. നമ്മുടെ ഇവിടത്തെ എത്രയായി? 2,000 ദിർഹം. അതെ. എന്നാൽ ആ ക്യാഷ് ഇവിടെ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, മുഴുവനും നമ്മൾ കൊടുക്കണില്ല. എന്നിട്ട് ആൾക്ക് കിട്ടുന്ന റെൻ്റൽ എന്ന് പറഞ്ഞാൽ വേറെ മിനിമം നമുക്ക് കിട്ടുന്ന 5,000-6,000 ദിർഹം, നമ്മുടെ നാട്ടിലെ 1.25 ലക്ഷം രൂപയ്ക്ക് മേലെ. ഇത് റെൻ്റലിൻ്റെ ഒരു കാര്യത്തിൽ മാത്രം വരുന്നതാണ്. അതിൻ്റെ കൂടാതെ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വർഷാവർഷം നമുക്ക് 20-30% അപ്രീസിയേഷൻ. കാരണം ഇതെന്ന് പറയുന്നത് ദുബായ് ഒരു യങ് മാർക്കറ്റാണ്, ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ നമ്മുടെ UAE എന്ന് പറയും, നമ്മുടെ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഈ ജാനുവരി 2024 ഫസ്റ്റ് 6 മന്ത്സിൽ ഇവിടെ വന്നിട്ടുള്ള വിസിറ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് മോർ ദാൻ 10 മില്യൺ ആണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു. അത് മാത്രമല്ല, നമ്മളിവിടെ 1970s നമ്മൾ നോക്കുമ്പോൾ ദുബായിയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50,000-60,000 അത്രയും ചെറുതാണ്. ഓരോ ഡെക്കേഡ് കൂടുമ്പോഴത്തേക്കും ഇവിടത്തെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 100%, നിയർലി 100% ഗ്രോത്ത് ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ്.